നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട പരാതികൾ ജൂറി ഓഫ് കമ്മിറ്റി ഇന്ന് പരിശോധിക്കും. ദൃശ്യങ്ങളും ഫോട്ടോകളും പരിശോധിച്ചാണ് നടപടി സ്വീകരിക്കുക. നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ചെയർമാൻ കൂടിയ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. നിലവിൽ നമുക്കുള്ള സംവിധാനം അപ്പീൽ ജൂറി കമ്മിറ്റി ഉണ്ട് നമ്മുടെ നിയമാവലി അനുസരിച്ച്. അപ്പോൾ ആ ജൂറി കമ്മിറ്റിക്ക് 3-ാം തീയതി ഉച്ചയ്ക്ക് വെച്ച് 3 മണിക്ക് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ നമ്മളെ ജൂറിയിൽ ഉള്ള ആൾക്കാർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ഭാഗം നമ്മുടെ നടുഭാഗം ഉൾപ്പെടെ നമ്മുടെ വില്ലേജ് ബോട്ട് ഉൾപ്പെടെയുള്ള 2 ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയും അവരുടെ ആക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴികൾ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആക്ഷേപം വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപം നടുഭാഗത്ത് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി ആണ് നമ്മുടെ മറ്റ് വിഷയങ്ങളുള്ളത്. അപ്പോൾ ഇത് 2 സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെ ജഡ്ജസിനെ ടീമിനെ കേട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസൂടെ പരിശോധിച്ച് നാളെ തീരുമാനമെടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനഘ ഹസൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ ഹസൻ, വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി വളരെ ഗൗരവത്തോടുകൂടി തന്നെ പരിഗണിക്കാൻ ഇപ്പോൾ കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. ജൂറി ഓഫ് കമ്മിറ്റി ഇന്നിപ്പോൾ കൂടും. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സാങ്കേതിക സമിതിയുടെ അഭിപ്രായത്തിൽ ഈ മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ വിജയിച്ച സംഘത്തെ പൂർണ്ണമായിട്ടും കാരിച്ചാലിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തൃപ്തികരമായ ഒരു വിശദീകരണം വില്ലേജ് ബോട്ട് ക്ലബിന് ഈ ജൂറി ഓഫ് കമ്മിറ്റി ഇന്ന് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ അനഘ? അതെ അരുൺകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ജൂറി ഓഫ് കമ്മിറ്റി കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ നെഹ്റു ട്രോഫി നടന്ന ദിവസത്തെ ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫുകളും ഒക്കെ തന്നെ കൃത്യമായി ഇവർ പരിശോധിക്കും. കളക്ടറാണ് ഈ യോഗത്തിലെ അധ്യക്ഷനായിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഇത് കൃത്യമായി പഠിച്ചതിന് ശേഷവും ഉയരുന്ന പരാതികളും തർക്കങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷവുമായിരിക്കും ഈ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ക്ലബിലെ ആളുകളുമായി തന്നെ ഇവർ ഉടൻ തന്നെ ഇതുമായി അവർക്ക് വിശദീകരണം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന വിധി നിർണയവുമായി അവർ വലിയ രീതിയിലുള്ള പരാതികളും തർക്കങ്ങളും ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി കളക്ടർക്ക് നേരിട്ടെത്തിയാണ് ഇവർ നൽകിയത്. അരമണിക്കൂറോളം തന്നെ കളക്ടറുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈ കളക്ടർ ഇന്ന് ഈ ജൂറി ഓഫ് കമ്മിറ്റി യോഗം ചേരുമെന്നും നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുമെന്നും അതിനൊരു വിശദീകരണം നിങ്ങൾക്ക് തരുമെന്നും ഈ ക്ലബ്ബുകൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബ് മാത്രമല്ല, കുമരകം ബോട്ട് ക്ലബ്ബും ഇത്തരത്തിലൊരു പരാതി തങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് കിട്ടിയില്ല എന്നൊരു പരാതി ഉന്നയിച്ചിരുന്നു. അതും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അങ്ങനെ ഇത്തരത്തിൽ നെഹ്റു ട്രോഫി വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പരാതികളും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. അതിനൊരു തീരുമാനമുണ്ടാകും. ഈ വില്ലേജ് ബോട്ട് ക്ലബ്ബിന് അവർക്ക് കൃത്യമായി ഈ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരണം എന്നാണ് അവർ ആദ്യം ഉന്നയിച്ചത്. അത് കൃത്യമായി ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ ജൂറി ഓഫ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നത്. 5 അംഗങ്ങളാണ് ഇതിലുണ്ടാവുക. എന്തായാലും ഈ നെഹ്റു ട്രോഫി വിധി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും ഇതോടെ ഒരു അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.